ഇനി ഞാൻ പോകുന്നു വരാട്ടോ ഇക്കാന്ന് പറയുന്നുണ്ട്. നീ അവിടെ ഇരി ചൂസേ, നീ എവിടെ ഈ പോണത്? അവിടെ ഇരി. ജോൺസി പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറയുന്നുണ്ട്. അതെ, ദാ ഇത് കണ്ടോ ദിവ്യ, ഇത് കണ്ടോ, ഇത് നമ്മളൊരു വീഡിയോ ആണ്. ഉദാഹരണത്തിന് വീഡിയോ ആണെങ്കിലും ലൈവ് ആണെങ്കിലും ലൈവാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഈ വീഡിയോ സൈഡിലൊരു 3 കുത്ത് കണ്ടോ, കണ്ടോ, ഉണ്ട് ഈ 3 കുത്ത്. ആ 3 കുത്തിനകത്ത് ടച്ച് ചെയ്യണം. അപ്പോഴേക്കണ്ട സേവ് ഇറ്റ് പ്ലേലിസ്റ്റ് ഇതാണെങ്കിൽ ഇത്രയും ഓപ്ഷൻ വരും. അതിനകത്ത് സേവ് ഇറ്റ് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ വരും. അത് എന്തുവാ, അക്ഷരമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ദിവ്യ. യെസ്. അപ്പോൾ എന്താ ഇതേപോലെ ഓപ്ഷൻ വരും. അതിനകത്ത് സേവ് ഇറ്റ് പ്ലേലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് കണ്ട ഇതുപോലെ ന്യൂ പ്ലേലിസ്റ്റ്, ഒരു ന്യൂ പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഇങ്ങനൊരു ഓപ്ഷൻ വരും ഏറ്റവും അടിയിൽ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന പ്ലേലിസ്റ്റാണ്. അപ്പോൾ ആ ന്യൂ പ്ലേലിസ്റ്റിനകത്ത് ഞെക്കി കൊടുക്കുക. അപ്പോഴേ നമുക്ക് അതിനകത്ത് കണ്ട ആ പ്ലേലിസ്റ്റിനകത്ത് ഒരു പേര് കൊടുക്കണം. ഒരു പേര് നമ്മൾ കൊടുക്കണം, എന്തെങ്കിലും ഒരു പേര്, മോളെ പേരോ നിങ്ങളെ പേരോ അല്ലെങ്കിൽ എച്ച് എന്നോ ബി എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിനകത്തൊരു ഡി എന്നുള്ള ഒരു പേര് കൊടുത്തു. എന്നിട്ടത് ഗ്രേറ്റ് ആക്കാം. അപ്പോൾ അത് പ്ലേലിസ്റ്റായി. പിന്നെ നമ്മുടെ ചാനലിൻ്റെ തൊട്ട് താഴെ ഈ ചാനലിൻ്റെ തൊട്ട് താഴെ നമ്മളെ കണ്ടില്ലേ വീഡിയോസ്, ഷോർട്ട്, ലൈവ്, അവിടെ ഇത് കണക്ക് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. കണ്ടോ, പ്ലേലിസ്റ്റ് മാത്രമാകും ചാനലിലെന്ന്. അപ്പോൾ ഈ പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം കൊടുത്ത ആ ഡി എന്നുള്ള ആ പ്ലേലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. കണ്ട, ഓക്കെ. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 3 കുത്തിനകത്ത് തൊട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് പബ്ലിക് ആക്കണം കേട്ടോ. ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് ആക്കിയിട്ട് അത് പബ്ലിക് ആക്കണം. ഇത്രയേ ഉള്ളൂ. അതാണ്ട് ഇത് പ്രൈവറ്റിനകത്ത് കിടക്കുകയാണ്, അതങ്ങ് പബ്ലിക് ആക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, പബ്ലിക് ആക്കുമ്പോഴത്തേക്ക് സേവ് ചെയ്ത് കൊടുത്താൽ മതി. സേവ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പബ്ലിക്കായി. അപ്പോൾ ഒരു പ്ലേലിസ്റ്റായി. പിന്നെ